Society's economizing problem. സ്കേഴ്സിറ്റിയുടെ കണ്ടീഷൻസിൽ എങ്ങനെയാണ് ഒരു ഇൻഡിവിജ്വൽ ചോയ്സസ് മേക്ക് ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സൊസൈറ്റിയുടെ ഇക്കോണമൈസിങ് പ്രോബ്ലമാണ്. ഒരു സൊസൈറ്റിയുടെ ഇക്കണോമിക് റിസോഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെ വരാം? നാച്ചുറൽ റിസോഴ്സ് വരാം, ഹ്യൂമൻ റിസോഴ്സ് വരാം, പിന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാനുഫാക്ചർ റിസോഴ്സസ് വരാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇക്കോണമിയുടെ ഇക്കണോമിക് റിസോഴ്സ്. ബേസിക്കലി നമ്മൾ ഇക്കണോമിക് റിസോഴ്സിനെ 4ആയിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ലാൻഡ്, സെക്കൻഡ് വൺ ലേബർ, തേർഡ് വൺ ക്യാപിറ്റൽ ആൻഡ് നെക്സ്റ്റ് വൺ ഓൺടർപ്രണോറിയൽ എബിലിറ്റി. നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം നമ്മൾ ലാൻഡിൻ്റെ അണ്ടറിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിലെന്തൊക്കെയാണ് വരുന്നത്? ആരബിൾ ആയിട്ടുള്ള ലാൻഡ് ഉണ്ട്, ഫോറസ്റ്റ് ഉണ്ട്, മിനറൽ ആൻഡ് ഓയിൽ ഡിപ്പോസിറ്റ്സ് ഉണ്ട്, പിന്നെ വാട്ടർ റിസോഴ്സസും. നെക്സ്റ്റ് ഇസ് ലേബർ. ലേബർ എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ലേബർ മാത്രമല്ല അതിൽ വരുന്നത്, ഇൻഡിവിജ്വൽസിൻ്റെ മെൻ്റൽ ടാലൻസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇനി അടുത്തത് ക്യാപിറ്റലാണ്. ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗുഡ്സ് എന്നും പറയാം. നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ തരത്തിലുള്ള എയ്ഡ്സും അതിൽ വരുന്നുണ്ട്. അതായത് സ്റ്റോറേജ്, പിന്നെ ഫാക്ടറീസ്, പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റീസ്, നമ്മൾ പ്രൊഡക്ഷൻ ഉപയോഗിക്കുന്ന എല്ലാ ടൂൾസും എല്ലാ മെഷീനറിയും ഈ ക്യാപിറ്റലിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഈ ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സിൻ്റെ പർച്ചേസിനെ നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയും. ക്യാപിറ്റൽ ഗുഡ്സും കൺസ്യൂമർ ഗുഡ്സും തമ്മിൽ വ്യത്യാസമുണ്ട്. കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കൺസംഷന് വേണ്ടിയിട്ട് നമ്മുടെ വാണ്ട്സ് ഡയറക്റ്റ്ലി സാറ്റിസ്ഫൈ ചെയ്യുന്ന ചില ഗുഡ്സാണ്. പക്ഷേ ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസ്യൂമർ ഗുഡ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സാധാരണ നമ്മൾ ക്യാപിറ്റലിനെ മൂലധനം എന്ന് പറയും. പക്ഷേ ഇക്കണോമിസ്റ്റുകൾ ഈ ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് ടൂൾസും മെഷീനറിയും പിന്നെ കൺസ്യൂമർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ഒക്കെയാണ്. ഇവിടെ മണിയല്ല അവർ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് ഓൺടർപ്രണോറിയൽ എബിലിറ്റി. ഇത് സ്പെഷ്യൽ ഹ്യൂമൻ റിസോഴ്സ് ആണ്, പക്ഷേ ഇത് ലേബർ അല്ല. ഓൺടർപ്രണർ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് യൂണിറ്റ് സെറ്റപ്പ് ചെയ്യുന്ന ആളാണ്. ഒരു ഓൺടർപ്രണറിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റുള്ള റിസോഴ്സുകളുണ്ടല്ലോ, ലാൻഡും ലേബറും ക്യാപിറ്റലും, ഇതൊക്കെ കമ്പൈൻ ചെയ്ത് ഒരു ഗുഡ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓൺടർപ്രണറാണ്. അതുപോലെ ഒരു ബിസിനസ്സിൽ ഏറ്റവും സ്ട്രാറ്റജിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നടത്തുന്നത് ഈ ഒരു ഓൺടർപ്രണറാണ്. അതുപോലെ ബിസിനസ്സിൽ പുതിയ ഇന്നൊവേഷൻസും അതായത് പുതിയ പ്രൊഡക്ഷൻ ടെക്നിക്കുകളും അല്ലെങ്കിൽ ബിസിനസ് ഓർഗനൈസേഷൻ്റെ തന്നെ പല ഫോംസും ഇതെല്ലാം കൊണ്ടുവരുന്നത് ഓൺടർപ്രണറാണ്. ഒരു ഓൺടർപ്രണർ ഒരു ബിസിനസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് പ്രോഫിറ്റ് അതിനകത്ത് കിട്ടും എന്ന് വല്ല ഗ്യാരൻറ്റി ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു റിസ്ക് ബെയററാണ്. അതായത് റിസ്ക് എടുക്കുന്ന ആളാണ്. റിസ്ക് എടുത്താൽ മാത്രമേ പ്രോഫിറ്റ് ഉണ്ടാവുകയുള്ളൂ. ഒരു ഓൺടർപ്രണർ അദ്ദേഹത്തിൻ്റെ ടൈമും എഫേർട്സും എബിലിറ്റീസും ഒക്കെ യൂസ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് കിട്ടുന്ന റിവാർഡാണ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്ന് പറയുന്നത്. റിവാർഡ് എന്ന് പറയുമ്പോൾ പ്രോഫിറ്റോ ലോസും രണ്ടും റിവാർഡ് തന്നെയാണ്. ചിലപ്പോൾ പ്രോഫിറ്റ് മേക്ക് ചെയ്യും, ചിലപ്പോൾ ലോസ് ആയിരിക്കും വരുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞ ഫാക്ടേഴ്സ്, അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺടർപ്രണോറിയൽ എബിലിറ്റി, ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഇൻപുട്സ് എന്നാണ് പറയുന്നത്. സ്കേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉള്ളപ്പോൾ ഒരു സൊസൈറ്റി എങ്ങനെയാണ് ചോയ്സസ് മേക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് മോഡൽ. ഇൻഡിവിജ്വലിൻ്റെ ഒരു ചോയ്സ് മേക്കിംഗ് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് ബഡ്ജറ്റ് ലൈൻ വഴിയാണ്. അതുപോലെ തന്നെയാണ് ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറും വരുന്നത്. സോ ഇക്കോണമിയുടെ കേസ് പറയുമ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് മോഡൽ യൂസ് ചെയ്യുന്നു. ഇൻഡിവിജ്വലിൻ്റെ കേസ് ആകുമ്പോൾ അത് ബഡ്ജറ്റ് ലൈനുമാണ്. ആദ്യം നമുക്കിതിൻ്റെ മെയിൻ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, ഫുൾ എംപ്ലോയ്മെൻറ്റ്. അതായത് ഇക്കോണമി അതിനുള്ള റിസോഴ്സസ് എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഇവിടെ പ്രൊഡക്ഷൻ നടത്താൻ പോകുന്നത്. വേറെ ഒന്നും ബാക്കി വെക്കുന്നില്ല. എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ അതെല്ലാം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അവർ 2 പ്രോഡക്റ്റ്സ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. രണ്ടാമത്തെ അസംഷൻ, ഫിക്സഡ് റിസോഴ്സസ്. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഫിക്സ്ഡ് ആണ്. അതിൻ്റെ ക്വാണ്ടിറ്റിയിലും അതിൻ്റെ ക്വാളിറ്റിയിലും ഒരു മാറ്റവും വരുന്നില്ല. ഇതെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. അടുത്ത അസംഷൻ, ഫിക്സഡ് ടെക്നോളജി. അവരുടെ സ്റ്റേറ്റ് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ടെക്നോളജിയിൽ ഇനി ഒരു അഡ്വാൻസ്മെൻറ്റും വരുന്നില്ല. ഇപ്പോൾ എന്ത് ടെക്നോളജി ആണോ ഉള്ളത് അത് അങ്ങനെ തന്നെ നിൽക്കും. ദെൻ നെക്സ്റ്റ് അസംഷൻ, 2 ഗുഡ്സ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു 2 ഗുഡ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ യൂണിറ്റ് 1ലും ഈ PPF പഠിച്ചതാണ്. അവിടെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞതാണ് 2 ഗുഡ്സാണ് ഒരു ഇക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 ഗുഡ്സ് എന്നുള്ളതല്ല ഇവിടുത്തെ ഒരു അസംഷനാണ് 2 ഗുഡ്സ് എന്ന്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അസംഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്ക് കാര്യങ്ങൾ കുറച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ എക്കണോമിക്സിൽ അസംഷൻസ് സാധാരണ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അസംഷനാണ് ഇവിടെ 2 ഗുഡ്സിൻ്റെ അസംഷൻ.
ഈ ഒരു എക്സാമ്പിളിൽ നമ്മൾ പറയുന്ന രണ്ട് ഗുഡ്സ്, ഒന്ന് പിസ്സ, ഒന്ന് ഇൻഡസ്ട്രിയൽ റോബോട്ട്സ്. അതായത് ഇക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുന്നത് രണ്ട് കാറ്റഗറി ഓഫ് ഗുഡ്സ് ആണ്. ഒന്ന് കൺസ്യൂമർ ഗുഡ്സും ഒന്ന് ക്യാപിറ്റൽ ഗുഡും. കൺസ്യൂമർ ഗുഡിനെ സിംബലൈസ് ചെയ്യുന്നത് പിസ്സ ആണ്, ക്യാപിറ്റൽ ഗുഡാണ് ഇൻഡസ്ട്രിയൽ റോബോട്ട്. ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ അല്ലെങ്കിൽ PPFൽ എന്താ കാണിക്കുന്നത്? ഒരു ഇക്കോണമി അതിന് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസും ടെക്നോളജിയും ഉപയോഗിച്ച് അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് കമോഡിറ്റീസിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ PPFൽ കാണിക്കുന്നത്. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മൾ പറഞ്ഞ രണ്ട് കമോഡിറ്റീസിൻ്റെയും പോസിബിൾ കോമ്പിനേഷൻസ് നമ്മളൊരു ടേബിളിൻ്റെ രൂപത്തിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ABCDE ഇതെല്ലാം പോസിബിൾ കോമ്പിനേഷൻസ് ആണ്. ഇതിൽ കൂടുതൽ കോമ്പിനേഷൻസും ഉണ്ട്, പക്ഷെ നമ്മളിവിടെ 5 മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവിടെ എയിലെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 0 യൂണിറ്റ്സ് ഓഫ് പിസ്സ ആൻഡ് 10 യൂണിറ്റ്സ് ഓഫ് റോബോട്ട്സ് ആണ്. അതായത് 10 യൂണിറ്റ് ഓഫ് റോബോട്ട് നിങ്ങൾക്ക് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയും റിസോഴ്സും ഉപയോഗിച്ച് 10 യൂണിറ്റ്സ് ഓഫ് റോബോട്ട് വരെ പ്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ അങ്ങനെ മാക്സിമം 10 യൂണിറ്റ് ഓഫ് റോബോട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിസ്സ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് കൺസ്യൂമർ ഗുഡ്സ് അപ്പോൾ ഇക്കോണമിയിൽ ഇല്ല. പക്ഷേ അത് നമുക്ക് പറ്റില്ലല്ലോ, നമുക്ക് കൺസ്യൂമർ ഗുഡ്സും വേണം. 1 യൂണിറ്റ് ഓഫ് പിസ്സ എങ്കിലും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ 1 യൂണിറ്റ് ഓഫ് റോബോട്ട് അവിടെ സാക്രിഫൈസ് ചെയ്യണം. അതാണ് അടുത്ത കോമ്പിനേഷൻ കാണിക്കുന്നത് B. അവിടെ 1 യൂണിറ്റ് ഓഫ് പിസ്സയും 9 യൂണിറ്റ്സ് ഓഫ് റോബോട്ട്സും ആണ്. ഇനി അടുത്തത് C എന്ന് പറയുന്ന പോയിന്റിലെ കോമ്പിനേഷൻസ് ആണ് 2ഉം 7ഉം. അതായത് 2 യൂണിറ്റ്സ് ഓഫ് പിസ്സ ആൻഡ് 7 യൂണിറ്റ്സ് ഓഫ് റോബോട്ട്. ഡിയിലാണെങ്കിലോ 3 യൂണിറ്റ്സ് ഓഫ് പിസ്സ ആൻഡ് 4 യൂണിറ്റ്സ് ഓഫ് റോബോട്ട്. E ആണെങ്കിൽ 4 യൂണിറ്റ്സ് ഓഫ് പിസ്സ ആൻഡ് 0 യൂണിറ്റ്സ് ഓഫ് റോബോട്ട്. അതായത് അവിടെ കൺസ്യൂമർ ഗുഡ് മാത്രമേ ഉള്ളൂ. 4 യൂണിറ്റ്സ് ഓഫ് പിസ്സ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാപിറ്റൽ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസോഴ്സ് അവിടെ ഇല്ല. ഈ ഒരു ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓരോ അഡീഷണൽ യൂണിറ്റ്സ് ഓഫ് പിസ്സ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ റോബോട്ടിൻ്റെ ഓരോ യൂണിറ്റ്സ് അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. കാരണം നമ്മുടെ ഇക്കോണമി ഒരു ഫുള്ളി എംപ്ലോയിഡ് ഇക്കോണമിയാണ്. നമുക്കുള്ള റിസോഴ്സ് മൊത്തം ഉപയോഗിച്ചിട്ടാണ് ഈ പല കോമ്പിനേഷൻസും നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഗുഡ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ മറ്റേ ഗുഡ് കുറച്ചേ പറ്റുള്ളൂ. അതായത് 2 ഗുഡ്സും ഒരേപോലെ ഒരുപാട് ഇക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അതെന്ത് ചെയ്യേണ്ടി വരും? ചൂസ് ചെയ്യേണ്ടി വരും. ഏത് ഓൾട്ടർനേറ്റീവ് വേണം എന്നുള്ളത് ചൂസ് ചെയ്യേണ്ടി വരും. നമ്മളിപ്പോൾ പറഞ്ഞ ടേബിളിനെ നമ്മളൊരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആയിട്ട് ഗ്രാഫ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ X ആക്സിസിൽ കാണിച്ചേക്കുന്നത് പിസ്സാസ് ആണ്, Y ആക്സിസിൽ ഇൻഡസ്ട്രിയൽ റോബോട്ട്സും. ഇവിടെ X ആക്സിസിൽ E എന്ന് പറയുന്ന പോയിന്റിൽ നോക്കിയാൽ കാണാം ഒരു ഇക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് പിസ്സാസ് ആണ് അത് 4 യൂണിറ്റ്സ്. അതുപോലെ Y ആക്സിസിൽ A എന്ന് പറയുന്ന പോയിന്റിൽ നോക്കിയാൽ കാണാം ഇൻഡസ്ട്രിക്ക് അതിൻ്റെ റിസോഴ്സ് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് ആണ് 10 എന്ന് പറയുന്നത്. ഈ രണ്ട് മാക്സിമത്തിനെയും കൂടെ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ്, അതായത് A എന്ന് പറയുന്ന പോയിന്റും E എന്ന് പറയുന്ന പോയിന്റും കൂടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ PPC വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള പോയിൻറ്റ്സ് ഒക്കെ ഇക്കോണമിക്ക് അറ്റൈനബിൾ ആണ്. നമ്മൾ ബഡ്ജറ്റ് ലൈൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ ഒരു PPCയിലെ പോയിൻറ്റ്സ് B, C, D ഇതൊക്കെ ഇക്കോണമിക്ക് അറ്റൈനബിൾ ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. അതുപോലെ ഇതിനകത്തുള്ള പോയിൻറ്റ്സും അറ്റൈനബിൾ ആണ്. പക്ഷേ ഈ അകത്തുള്ള പോയിൻറ്റ്സിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സാണ് കാണിക്കുന്നത്. നമ്മൾ നമ്മുടെ റിസോഴ്സസ് മൊത്തം ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് PPCക്ക് ഉള്ളിൽ നമ്മുടെ പോയിൻ്റ് നിൽക്കുന്നത്. ഇനിയിപ്പോൾ PPCക്ക് പുറത്തെ പോയിൻ്റ് ആണെങ്കിൽ അത് നമുക്ക് ഒരിക്കലും അറ്റൈൻ ചെയ്യാൻ പറ്റാത്ത പോയിൻ്റാണ്. കാരണം എന്താ? നമുക്ക് കൂടുതൽ റിസോഴ്സ് ഇല്ല. ആ ഒരു പോയിന്റിലേക്കൊന്നും ഇപ്പോൾ W എന്ന് പറയുന്ന പോയിന്റ് എടുത്താൽ നമുക്ക് ആ ഒരു പോയിന്റിലൊന്നും എത്താനുള്ള റിസോഴ്സ് ഇക്കോണമിക്കില്ല. അതുകൊണ്ട് തന്നെ അത് അൺഅറ്റൈനബിൾ ആയിട്ടുള്ള പോയിൻ്റാണ്. ലോ ഓഫ് ഇൻക്രീസിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് 1 യൂണിറ്റ് ഓഫ് പിസ്സ അഡീഷണലി പ്രൊഡ്യൂസ് ചെയ്യാൻ ഇക്കോണമി എത്ര യൂണിറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റോബോട്ട്സിനെ ആണോ സാക്രിഫൈസ് ചെയ്തത് അതാണ് 1 യൂണിറ്റ് ഓഫ് പിസ്സയുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓരോ അഡീഷണൽ യൂണിറ്റ്സ് ഓഫ് പിസ്സ ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്തോറും അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും എന്നാണ് ലോ ഓഫ് ഇൻക്രീസിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ പറയുന്നത്. ഈ കാണുന്ന ഡയഗ്രാം ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് ക്ലിയർ ആക്കാം. ആദ്യം പോയിന്റ് എയിലേക്ക് നോക്കുക. പോയിന്റ് എയിലെ കോമ്പിനേഷൻ എങ്ങനെയാണ് വരുന്നത്? 10 യൂണിറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റോബോട്ട്സും 0 യൂണിറ്റ്സ് ഓഫ് പിസ്സയുമാണ് ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്.
ഇനി ശ്രദ്ധിക്കുക, ഒരു യൂണിറ്റ് ഓഫ് പിസ്സ എങ്കിലും ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൽ റോബോട്ടിൻ്റെ എണ്ണം 10-ൽ നിന്ന് നമ്മൾ 9-ലേക്ക് കുറയ്ക്കണം. അതാണ് പോയിന്റ് ബിയിൽ കാണിച്ചിട്ടുള്ളത്. ആ പോയിന്റിലുള്ള കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഒരു യൂണിറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റോബോട്ടിനെ കുറച്ചിട്ടാണ് നമ്മൾ ഒരു യൂണിറ്റ് ഓഫ് പിസ്സ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് വെൻ വി മൂവ് ഫ്രം പോയിന്റ് എ ടു ബി, 1 യൂണിറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റോബോട്ട് is sacrificed for 1 more യൂണിറ്റ് ഓഫ് പിസ്സാസ്. ഇനി ശ്രദ്ധിക്കുക, പിസ്സയുടെ ഒരു അഡീഷണൽ യൂണിറ്റും കൂടെ ഇനി ഇക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ കാണിക്കുന്ന പോയിന്റ് സി ആണ്. അപ്പോൾ സിയിൽ നോക്കുമ്പോഴുള്ള കോമ്പിനേഷൻ എന്താണ്? 7-ഉം 2-ഉം ആണ്. അതായത് 7 യൂണിറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റോബോട്ട്സും 2 യൂണിറ്റ്സ് ഓഫ് പിസ്സാസും ആണ്. അതായത് അഡീഷണലി ഇനി നമുക്ക് ഒരു പിസ്സയുടെ യൂണിറ്റും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ 9-ൽ നിന്നും 7 യൂണിറ്റ്സിലേക്ക് ഇൻഡസ്ട്രിയൽ റോബോട്ട്സിൻ്റെ എണ്ണം കുറയ്ക്കേണ്ടി വന്നു. 9-ൽ നിന്നും 7-ലേക്ക് എന്ന് പറയുമ്പോൾ അവിടെ 2 യൂണിറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റോബോട്ട്സിനെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു യൂണിറ്റ് ഓഫ് പിസ്സ അവിടെ അഡീഷണലി പ്രൊഡ്യൂസ് ചെയ്തത്. So when we move from point B to C, 2 units of industrial robots are sacrificed for 1 more unit of pizzas. ഇനി ഇക്കോണമിയിൽ പിസ്സയുടെ ഒരു യൂണിറ്റും കൂടെ അഡീഷണലി പ്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണെന്ന് വിചാരിക്കുക. അതായത് പോയിന്റ് ഡി ആണ് അതിനെ കാണിക്കുന്നത്. പോയിന്റ് ഡിയിൽ വരുന്ന കോമ്പിനേഷൻ നോക്കുക. അവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ്? 4 യൂണിറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റോബോട്ട്സും 3 യൂണിറ്റ് ഓഫ് പിസ്സാസുമാണ്. അതായത് 3 യൂണിറ്റ് ഓഫ് പിസ്സ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു അഡീഷണൽ യൂണിറ്റും കൂടി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയൽ റോബോട്ടിൻ്റെ എണ്ണം 7-ൽ നിന്നും 4-ലേക്ക് കുറയ്ക്കേണ്ടി വന്നു. അതായത് ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് അപ്പോൾ എത്ര എണ്ണം സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു? 3 യൂണിറ്റ്സ് ആണ് അവിടെ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നത്. സോ വെൻ വി മൂവ് ഫ്രം പോയിന്റ് സി ടു ഡി, 3 യൂണിറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് ആർ സാക്രിഫൈസ്ഡ് ഫോർ 1 more യൂണിറ്റ് ഓഫ് പിസ്സാസ്. ഇനിയും നമ്മുടെ ഇക്കോണമിയിൽ പിസ്സയുടെ പ്രൊഡക്ഷൻ ഒരു യൂണിറ്റും കൂടെ കൂട്ടണമെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ റോബോട്ട്സിൻ്റെ എണ്ണം 4-ൽ നിന്നും 0 ആയിട്ട് കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അതായത് അതിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റവും 0 ആക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ 4 യൂണിറ്റ്സ് ഓഫ് പിസ്സ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ വെൻ വി മൂവ് ഫ്രം പോയിന്റ് ഡി ടു ഇ, 4 യൂണിറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് ആർ സാക്രിഫൈസ്ഡ് ഫോർ 1 more യൂണിറ്റ് ഓഫ് പിസ്സാസ്. ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ ഇക്കോണമിയിലെ പിസ്സാസിൻ്റെ പ്രൊഡക്ഷൻ ഓരോ അഡീഷണൽ യൂണിറ്റ്സ് കൂട്ടും തോറും അതിനു വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ റോബോട്ട്സിൻ്റെ എണ്ണം കൂടി വരും. അതായത് അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ലോയെയാണ് നമ്മൾ ലോ ഓഫ് ഇൻക്രീസിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. ലോ ഓഫ് ഇൻക്രീസിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്തുകൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇക്കോണമിയിലുള്ള എല്ലാ റിസോഴ്സും ഉപയോഗിച്ച് നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഗുഡ്സും പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല. നമ്മുടെ പി പി സിയിൽ നമ്മൾ കണ്ടതാണ്, പോയിന്റ് എയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് 10 യൂണിറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റോബോട്ടും 0 യൂണിറ്റ് ഓഫ് പിസ്സയുമാണ്. അവിടെ ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് പിസ്സയും കൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ആകെ 1 യൂണിറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ റോബോട്ട് മാത്രമേ നഷ്ടപ്പെടുത്തിയിരുന്നുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഇൻഡസ്ട്രിയൽ റോബോട്ട്സ് നമ്മൾ നേരത്തെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന കുറച്ച് റിസോഴ്സസ് നമ്മൾ പിസ്സയുടെ പ്രൊഡക്ഷനിലേക്ക് മാറ്റി. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത റിസോഴ്സ് പിസ്സ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് റിസോഴ്സ് ആയിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ പിസ്സയുടെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്ത റിസോഴ്സ് ഒന്നും അത്ര പ്രൊഡക്റ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് പിസ്സയുടെ പ്രൊഡക്ഷൻ നമ്മൾ ഓരോ യൂണിറ്റ് കൂട്ടാൻ ശ്രമിക്കും തോറും അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടി വന്നത്. പോയിന്റ് ബിയിൽ നിന്ന് പോയിന്റ് സിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അതുപോലെ സിയിൽ നിന്ന് ഡിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അവിടെ ഇൻക്രീസ് ചെയ്തതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന റിസോഴ്സസ് ഒക്കെ അത്ര പ്രൊഡക്റ്റീവ് ആയിരുന്നില്ല. പ്രൊഡക്റ്റീവ് ആയിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത്രയും ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് കൂടില്ലായിരുന്നു. സോ ആസ് എ കൺക്ലൂഷൻ നമുക്ക് പറയാം, ലോ ഓഫ് ഇൻക്രീസിങ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടാകാനുള്ള മെയിൻ റീസൺ റിസോഴ്സസ് ഫ്ലെക്സിബിൾ അല്ലാത്തത് കൊണ്ടാണ്. അതായത് എല്ലാ റിസോഴ്സസിനെയും നമുക്ക് എല്ലാ ഗുഡ്സിൻ്റെയും പ്രൊഡക്ഷന് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഒപ്റ്റിമൽ അലോക്കേഷൻ. നമ്മൾ പിസ്സയുടെയും ഇൻഡസ്ട്രിയൽ റോബോട്ട്സിൻ്റെയും പല കോമ്പിനേഷൻസ് കണ്ടു. ഇനി സൊസൈറ്റി ഡിസൈഡ് ചെയ്യേണ്ടത് ഇതിൽ ഏത് കോമ്പിനേഷനാണ് ബെസ്റ്റ്, ഏത് കോമ്പിനേഷനാണ് ഒപ്റ്റിമൽ കോമ്പിനേഷൻ. ഒപ്റ്റിമൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതായത് ഒരു ഇക്കോണമിയിലെ മൊത്തത്തിലുള്ള റിസോഴ്സസിൽ പിസ്സയുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എത്ര കൊടുക്കണം, അതുപോലെ ഇൻഡസ്ട്രിയൽ റോബോട്ട്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. ഇതാണ് ഇക്കോണമി ഡിസൈഡ് ചെയ്യാനുള്ളത്.
നമ്മൾ നേരത്തെ ഒരു മാർജിനൽ അനാലിസിസ് ഡിസ്കസ് ചെയ്തിരുന്നു. അവിടെ പറഞ്ഞിരുന്നത് എന്താണ്? ഇക്കണോമിക് ഡിസിഷൻസ് എടുക്കുന്നതിന് മുന്നേ നമ്മൾ മാർജിനൽ ബെനിഫിറ്റ്സും മാർജിനൽ കോസ്റ്റും കമ്പയർ ചെയ്യും. അതിനുശേഷമാണ് ഡിസിഷൻ എടുക്കുക. ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഏതെങ്കിലും ഒരു ഗുഡിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് ഏത് പോയിൻ്റ് വരെയാണ്? ആ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉള്ള കോസ്റ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കുന്ന ടൈം വരെ നമ്മൾ അതിൻ്റെ പ്രൊഡക്ഷൻ നടത്താൻ പാടുള്ളൂ. എന്താ പറഞ്ഞത്? മാർജിനൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും കൂടുതലായിരിക്കുന്ന ടൈം വരെ മാത്രമേ നമ്മൾ ഒരു പെർട്ടിക്കുലർ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോസ്റ്റ് കൂടും, നമ്മുടെ പ്രോഫിറ്റ് കുറയും. നമ്മുടെ എക്സാമ്പിളിലെ പിസയുടെ കാര്യം വെച്ച് നമുക്ക് പറയാം. ഈ ഒരു ഡയഗ്രത്തിൻ്റെ എക്സ് ആക്സിസിൽ ക്വാണ്ടിറ്റി ഓഫ് പിസ്സ കാണിച്ചിട്ടുണ്ട്. അതുപോലെ വൈ ആക്സിസിൽ പിസ്സ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മാർജിനൽ ബെനിഫിറ്റും മാർജിനൽ കോസ്റ്റും കാണിച്ചിട്ടുണ്ട്. ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് പിസ്സ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന അഡീഷണൽ ബെനിഫിറ്റാണ് മാർജിനൽ ബെനിഫിറ്റ്. അതുപോലെ അഡീഷണൽ കോസ്റ്റാണ് മാർജിനൽ കോസ്റ്റ്. നമ്മളെപ്പോഴും ഈ അഡീഷണൽ യൂണിറ്റിൻ്റെ ടേംസിലാണ് മാർജിനൽ ബെനിഫിറ്റും മാർജിനൽ കോസ്റ്റും പറയുന്നത്. ഇനി സൊസൈറ്റി ഇവിടെ തീരുമാനിക്കേണ്ട കാര്യം എന്താണ്? എത്ര ക്വാണ്ടിറ്റി ഓഫ് പിസ്സയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അതായത് പിസ്സ എന്ന് പറയുന്നത് നമ്മുടെ കൺസ്യൂമർ ഗുഡ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ്. അതിനെ റിസംബിൾ ചെയ്യുന്നതാണ് പിസ്സ. അപ്പോൾ ഓർത്തോണം, ഒരു ഇക്കോണമി പ്രൊഡ്യൂസ് ചെയ്യേണ്ട കൺസ്യൂമർ ഗുഡ്സ് എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒപ്റ്റിമൽ ഔട്ട്പുട്ടാണ്. പിസ്സ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാർജിനൽ ബെനിഫിറ്റും മാർജിനൽ കോസ്റ്റും ഈക്വൽ ആകുന്ന ആ പോയിൻ്റാണ് പിസ്സയുടെ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്, ബെസ്റ്റ് പ്രൊഡക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇനി പിസ്സയുടെ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പോയിൻ്റ് ഏതാണെന്നൊന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ രണ്ട് കേർവ്സ് കാണിച്ചിട്ടുണ്ട്. മാർജിനൽ ബെനിഫിറ്റ് കേർവും കാണിച്ചിട്ടുണ്ട്, മാർജിനൽ കോസ്റ്റ് കേർവും കാണിച്ചിട്ടുണ്ട്. MB കേർവ് ബ്ലൂ ലൈനും MC കേർവ് റെഡ് ലൈനുമാണ്. ഇനി എക്സ് ആക്സിസിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ പിസ്സയുടെ പല ക്വാണ്ടിറ്റീസും കാണിച്ചിട്ടുണ്ട്. 1 lakh കാണിക്കുന്ന എക്സ് എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. 2 lakh ക്വാണ്ടിറ്റി കാണിക്കുന്ന വൈ എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അതുപോലെ 3 lakh യൂണിറ്റ്സ് കാണിക്കുന്ന സെഡ് എന്ന് പറയുന്ന ഒരു പോയിൻറ്റും ഉണ്ട്. ആദ്യം എക്സ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് നോക്കുക. അവിടെ 1 lakh യൂണിറ്റ്സ് ഓഫ് പിസ്സ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ് ഇത്രയും യൂണിറ്റ്സ് ഓഫ് പിസ്സ പ്രൊഡ്യൂസ് ചെയ്താൽ അത് ഒപ്റ്റിമൽ എമൗണ്ട് ആകുമോ. അവിടെ MB = MC എന്ന് പറയുന്നൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുമെങ്കിൽ അത് ഒപ്റ്റിമൽ ആണ്. അപ്പോൾ അവിടുത്തെ മാർജിനൽ ബെനിഫിറ്റും മാർജിനൽ കോസ്റ്റും നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആ പോയിൻ്റ് എക്സിൽ നിന്നും നേരെ ഒരു ലൈൻ മുകളിലേക്ക് വരയ്ക്കുക. അതായത് MBയെയും MCയെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ലൈൻ വരയ്ക്കുക. ഈ ലൈൻ MCയെ ടച്ച് ചെയ്യുന്നത് പോയിൻ്റ് Bയിലും അതുപോലെ MBയെ ടച്ച് ചെയ്യുന്നത് പോയിൻ്റ് Aയിലുമാണ്. മാർജിനൽ കോസ്റ്റ് കർവിനെ B എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ ലൈൻ ടച്ച് ചെയ്യുന്നത്. അതുപോലെ മാർജിനൽ ബെനിഫിറ്റ് കർവിനെ ഈ ലൈൻ ടച്ച് ചെയ്യുന്ന പോയിന്റ് Aയും ആണ്. നമ്മൾ പറഞ്ഞ ഈ ലൈൻ മാർജിനൽ കോസ്റ്റ് കർവിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് B ആണ് നമുക്ക് മാർജിനൽ കോസ്റ്റ് എത്രയാണെന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റ് Bയിൽ നിന്ന് നിങ്ങൾ ഒരു ലൈൻ Y ആക്സിസിലേക്ക് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് $5 എന്ന് കിട്ടും. അപ്പോൾ ഈ $5 ആണ് അവിടുത്തെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോയിന്റ് Aയിലോട്ട് നോക്കാം. പോയിന്റ് A എന്താ കാണിക്കുന്നത്? ഇത്രയും യൂണിറ്റ്സ് ഓഫ് പിസ്സ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള മാർജിനൽ ബെനിഫിറ്റ് ആണ്. നമ്മൾ മണി ടേംസിൽ പറഞ്ഞാൽ നമുക്ക് $15 ആണ് ഇവിടെ ചിലവായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ടും മനസ്സിലാവും നമ്മുടെ മാർജിനൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലല്ലോ. ഈക്വൽ ആയാലാണ് ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്തു ഇതല്ല ഒപ്റ്റിമൽ ക്വാണ്ടിറ്റി. ഇനി നമുക്ക് അടുത്ത പ്രൊഡക്ഷൻ പോയിന്റിലേക്ക് പോവാം. അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 lakh യൂണിറ്റ്സ് ഓഫ് പിസ്സ ആണ്. അത് Y എന്ന് പറയുന്ന പോയിന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കുക. MBയും MCയും ഈക്വൽ ആയിട്ടാണോ വരുന്നത്? നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് ഒരു ലൈൻ നേരെ മുകളിലോട്ട് വരയ്ക്കുക. അത് മാർജിനൽ ബെനിഫിറ്റ് കർവിനെയും മാർജിനൽ കോസ്റ്റ് കർവിനെയും എവിടെയാണ് ടച്ച് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ സെയിം പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. പോയിന്റ് E ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? MB = MC ആണ്. അപ്പോൾ നമ്മുടെ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പോയിന്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അവിടെ MB എന്ന് പറയുന്നതും MC എന്ന് പറയുന്നതും $10 ആണ്. രണ്ടും ഈക്വൽ ആണ്. സോ നമുക്ക് ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി ഓഫ് പിസ്സ എന്ന് പറയുന്നത് 2 lakh യൂണിറ്റ്സ് ആണ്. മാർജിനൽ ബെനിഫിറ്റും മാർജിനൽ കോസ്റ്റും ഈക്വലൈസ് ആകുന്ന പോയിന്റിൽ പ്രൊഡക്ഷൻ നിർത്തണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി പിസ്സയുടെ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കൊന്ന് എക്സാമിൻ ചെയ്യാം.
ഫോർ എക്സാമ്പിൾ ഇക്കോണമിയിൽ 3 lakh യൂണിറ്റ്സ് ഓഫ് പിസയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. പോയിന്റ് സെഡിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ അത്രയും യൂണിറ്റ്സ് ഓഫ് പിസ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന മാർജിനൽ ബെനിഫിറ്റും മാർജിനൽ കോസ്റ്റും കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ പോയിന്റ് സെഡിൽ നിന്ന് ഒരു ലൈൻ ഈ MB കർവിനെയും MC കർവിനെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. ഈ ലൈൻ മാർജിനൽ ബെനിഫിറ്റ് കർവിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് D ആണ്. അതുപോലെ മാർജിനൽ കോസ്റ്റ് കർവിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് C ആണ്. D എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾ Y ആക്സിസിലേക്ക് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ഇത്രയും യൂണിറ്റ്സ് ഓഫ് പിസ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മാർജിനൽ ബെനിഫിറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതായത് $5 ആണ്. ഇനി നമുക്ക് മാർജിനൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോയിന്റ് സിയിൽ നിന്ന് നിങ്ങളൊരു ലൈൻ Y ആക്സിസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ 3 lakh യൂണിറ്റ്സ് ഓഫ് പിസയായിട്ട് പിന്നെ റിലേറ്റ് ചെയ്ത് വരുന്ന മാർജിനൽ കോസ്റ്റ് എത്രയാണെന്നുള്ളത് മനസ്സിലാവും. അത് $15 ആണ്. സോ ക്ലിയർലി ഇവിടെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് മാർജിനൽ ബെനിഫിറ്റിനേക്കാട്ടിലും കൂടുതലാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഇത്രയും യൂണിറ്റ്സ് ഓഫ് പിസ പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. MB = MC എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ പ്രൊഡക്ഷൻ നിർത്തണം എന്നാണ് അതിൻ്റെ അർത്ഥം. അത് എക്സീഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർജിനൽ കോസ്റ്റ് വിൽ ബി ഇൻക്രീസിങ്. മാർജിനൽ കോസ്റ്റ് എപ്പോഴും മാർജിനൽ ബെനിഫിറ്റിനേക്കാട്ടിലും കൂടുതലായിട്ട് വരും. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് ഏതാണ് പിസയുടെ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ പോയിന്റ്? പോയിന്റ് E ആണ്. അതായത് 2 lakh യൂണിറ്റ്സ് ഓഫ് പിസ ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്.